ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തിലെത്തിയാൽ സമയബന്ധിതമായി അഭിമാനത്തോടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ദേശീയ ജനാധിപത്യ സഖ്യം നേരിടുന്നത്. സർവ്വസാധാരണക്കാരൻ്റെയും ഈ നഗരത്തിൻ്റെയും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇവിടുത്തെ പ്രമുഖരായ വോട്ടർമാരുടെ മുമ്പാകെ, വികസന തൽപരരുടെ മുമ്പാകെ ഈ സന്ദർഭത്തിൽ അവതരിപ്പിക്കുന്ന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരം എന്ന നിലയിൽ തിരുവനന്തപുരം ഇന്ന് വരെ വികസനം എത്തിയിട്ടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാന നഗരങ്ങൾ എടുക്കുമ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം നഗരം എത്രത്തോളം വികസനം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA തിരുവനന്തപുരം നഗരസഭ അധികാരത്തിൽ വന്നാൽ ഈ മഹാനഗരത്തിനെ, ഈ പൈതൃക നഗരത്തിനെ വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന അജണ്ട. ഇതൊരു പൈതൃക നഗരമാണ്, പൗരാണിക നഗരമാണ്. വികസന സാധ്യതകൾ ഏറെയുള്ള നമ്മുടെ തിരുവനന്തപുരം വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് കുതിച്ചേ പറ്റും. കേരളത്തിനകത്തുള്ള കൊച്ചിൻ നഗരത്തിന്, കോഴിക്കോട് നഗരം അടക്കമുള്ള നഗരങ്ങളുടെ അടുത്ത് പോലും നമ്മുടെ നാടിന് വികസനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു നേതൃത്വം, ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ഇരട്ട എഞ്ചിൻ ഭരണ സംവിധാനം തിരുവനന്തപുരത്ത് വരണമെന്നതാണ്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെയും തിരുവനന്തപുരം നഗരസഭയുടെ 2 ഭരണ സംവിധാനങ്ങൾ കൂട്ടിയോജിക്കുമ്പോൾ ഈ നഗരത്തിൻ്റെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ BJPയുടെ നേതൃത്വം NDAക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജനങ്ങളുടെ മുമ്പിൽ അഴിമതിരഹിത ഒരു ഭരണമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ നഗരത്തിൽ നടന്നിട്ടുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയൊക്കെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നു, പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു. ഭരണമാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മാറാത്തത് ഇനി മാറുമെന്ന BJPയുടെ മുദ്രാവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുന്നു. ഈ ഇലക്ഷൻ ഞങ്ങൾ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞ സ്ഥാപനം ആണ് ജനങ്ങളുടെ, പൊതുസമൂഹത്തിൻ്റെ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഉത്തരവാദിത്വം കൊടുത്ത ഒരു സ്ഥാപനം. അപ്പോൾ ലോക്കൽ ബോഡിയാണ് ഒരു വീട്ടു ചുറ്റുള്ള പ്രശ്നങ്ങൾ, മാലിന്യം, കുടിവെള്ളം, സ്ട്രീറ്റ് ലൈറ്റ്, തെരുവുനായ ശല്യം, റോഡ്, ഇതുപോലെ സാധാരണ ജനങ്ങളുടെ സാധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു സ്ഥാപനമാണ് ലോക്കൽ ബോഡി. തിരുവനന്തപുരത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, കൃത്യമായി അറിയാം, മാറി മാറി ഭരിച്ച കോൺഗ്രസും UDFും LDFും CPM നമ്മുടെ നാടിനെ ഭരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ 45 കൊല്ലമായിട്ട് LDF ഭരിക്കുന്നു. ജനങ്ങൾ ആവശ്യപ്പെടുന്നതും ജനങ്ങളുടെ പ്രതീക്ഷ, അവർക്ക് വോട്ട് കൊടുക്കുമ്പോൾ എത്ര കൊല്ലമായിട്ട് LDFന് വോട്ട് കൊടുത്തു, കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്ന LDFന് വോട്ട് കൊടുത്തു. എന്നിട്ട് ജനങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് ഇന്ന് ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 5 കൊല്ലം നോക്കിയാലോ അതിന് മുമ്പത്തെ 40 കൊല്ലം നോക്കിയാൽ LDF തന്നിരിക്കുന്നത് വികസന ഇല്ലായ്മ. LDF തന്നിരിക്കുന്നത് ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം, 2 അവസരം, 9 അവസരം കൊടുത്തപ്പോൾ LDF തന്നിരിക്കുന്നത് അഴിമതി, വികസന ഇല്ലായ്മ, അഴിമതി. ഇന്നും മാലിന്യം, 40% സ്ട്രീറ്റ് ലൈറ്റ് നടക്കാത്ത ഒരു സ്ഥിതി, കുടിവെള്ളം, എത്രയോ വീട്ടിൽ ഇന്നും കുടിവെള്ളമില്ല. രാജാജി നഗർ പോലെ എത്രയോ കോളനികൾ
കുടിവെള്ളം, ഡ്രെയിനേജ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിയാണ് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ അവസരം കൊടുത്തപ്പോൾ LDF, UDFന്റെ പിന്തുണയുള്ള LDF എന്താണ് തന്നത്? ശബരിമല കൊള്ള, അഴിമതി, കുറ്റകരമായ അനാസ്ഥ, കഴിവില്ലായ്മ. അവരുടെ ഒരു റിപ്പോർട്ട് കാർഡ് നോക്കിയാൽ 45 കൊല്ലം ഭരിച്ച LDF തിരുവനന്തപുരം കോർപ്പറേഷനെ നശിപ്പിച്ച് വെച്ച ഒരു സ്ഥിതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിന് മാറ്റണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് അവർക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ സംസ്കാരം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട്, ആ മാറ്റം കൊണ്ടുവരാൻ, ഇവിടെ വികസനം കൊണ്ടുവരാൻ, അഴിമതി രഹിത ഭരണം കൊണ്ടുവരാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന ഒരു ഭരണം, ഒരു പുതിയ ഭരണശൈലി കൊണ്ടുവരാനുള്ള ഒരു കാഴ്ചപ്പാടാണ്, കൊണ്ടുവരാനുള്ളൊരു രാഷ്ട്രീയമാണ്. ഞങ്ങൾക്കൊരു അവസരം തന്നാൽ 45 കൊല്ലം LDF ഭരിച്ച് നശിപ്പിച്ച തിരുവനന്തപുരത്തിനെ ഞങ്ങൾ മാറ്റും എന്നാണ് ഞങ്ങൾ ഉറപ്പു തരുന്നത്. ഒരു അവസരം തരും. 5 കൊല്ലം ഭരിക്കാനും നല്ല ഭരണം കൊണ്ടുവരാനും വികസനം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന കേട്ട് ഞങ്ങൾക്കൊരു അവസരം തരൂ. ജനാധിപത്യ സഖ്യത്തിന്റെ വികസന രേഖ ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. നഗരത്തിന്റെ വികസനത്തിന് ദേശീയ ജനാധിപത്യ സഖ്യം കോർപ്പറേഷനിലെ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ഈ സമയം അവതരിപ്പിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരൻ ഈ നഗരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുപകരാൻ നേതൃത്വം നൽകിക്കൊണ്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം BJP ഇവിടെ അവതരിപ്പിക്കുന്ന വികസന രേഖ ടെക്നോക്രാറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരൻ സാധാരണക്കാരന്റെ വാഹനമായിട്ടുള്ള, സാധാരണക്കാരന്റെ ജീവന ഉപാധിയായിട്ടുള്ള, ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ വിജയന് അത് കൈമാറിക്കൊണ്ട് ഈ സമയം പ്രിയമുള്ളവരെ ഇവിടെ നിർവഹിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഈ നഗരസഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് 1-2 എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സമൂഹത്തോട് ഒരിക്കലും കാട്ടാൻ പറ്റാത്ത അതിക്രമമാണ് ആ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള സമൂഹത്തോട് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി മുതിർന്ന സ്ഥാനാർത്ഥികളായിട്ടുള്ള LDFന്റെയും UDFന്റെയും നേതാക്കന്മാരും ഞങ്ങൾ പല സ്ഥാനാർത്ഥികളും ഒരുമിച്ച് പല പാനലിസ്റ്റുകളായി പല മാധ്യമങ്ങളിലും അല്ലാതെ തിരുവനന്തപുരത്തെ സന്നദ്ധ സംഘടനകളൊക്കെ സംഘടിപ്പിക്കുന്ന ചർച്ചകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വന്ന 45 വർഷം കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന LDFന്റെ നേതൃത്വത്തോട് BJP ചോദിച്ച ഇന്നും ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യം ഞാൻ മാധ്യമപ്രവർത്തകരോട് മുന്നിൽ വയ്ക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നഗരസഭയെക്കുറിച്ച് പറയാനുണ്ട്. ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന് മുന്നോട്ട് പോകുവാൻ വേണ്ടി അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം ആഗ്രഹിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ്, മാലിന്യ പ്രശ്നം. കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ചർച്ചയിലൊക്കെ തന്നെ LDFന്റെ നേതാക്കന്മാർ പറഞ്ഞു, ഇപ്പോൾ പണ്ടത്തെ പോലെ തിരുവനന്തപുരത്തെ തെരുവോരങ്ങളിൽ മാലിന്യം കാണാനില്ല, കുന്നുകൂടി കിടക്കുന്നത് കാണാനില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സിറ്റി കൃത്യമായിട്ട് ക്ലീൻ ആക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചതും മാധ്യമങ്ങൾ അവരുത്തരം പറയുന്നില്ല. മാധ്യമങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു ആഗ്രഹം, ഈ മാറ്റുന്ന മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റ് ഈ ഭൂമിയിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഇതിന് ഉത്തരം കിട്ടിയേ മതിയാവുകയുള്ളൂ. ഇതിന് 45 വർഷം കൊണ്ട് ഭരിക്കുന്നത് മാറ്റുന്ന മാലിന്യം കൊണ്ട് വീടിനകത്തോ പാർട്ടി ഓഫീസിലോ വയ്ക്കാൻ പറ്റില്ലല്ലോ. കാരണം തിരുവനന്തപുരത്ത് ഒരു ദിവസം 450 മുതൽ 500 ടൺ മാലിന്യമാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ കോർപ്പറേഷനിലെ 101 വാർഡുകളുമായി 450 മുതൽ 500 ടൺ മാലിന്യം പെർ ഡേ, പലതരത്തിലുള്ള പ്ലാസ്റ്റിക് ഉണ്ട്, ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു അന്വേഷണം നടത്തുമ്പോൾ മനസ്സിലാകുന്നത്, ഒന്ന്,
ഇച്ഛാശക്തിയുടെ അഭാവം, 2 അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സാമ്പത്തിക തിരിമറിയാണ് നടക്കുന്നത്. മാലിന്യത്തിൽ അഴിമതി നടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ചിന്ത എന്തെങ്കിലും വരുന്നെങ്കിൽ 5 വർഷത്തെ കൗൺസിലർമാരെന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ 1 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു മേഖല മാലിന്യമാണ്. എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളുടെ മുമ്പ് വളരെ ഉത്തരവാദിത്തോടെ എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ മുമ്പിൽ വെച്ച് ഷെയർ ചെയ്യുന്നു. ഉത്തരവാദിത്തോടെ ഷെയർ ചെയ്യുന്നു. 450 മുതൽ 500 ടൺ വരെ മാലിന്യം ദിവസേന തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ അതിൽ മാളുകൾ വരും, വീടുകൾ വരും, ആശുപത്രികൾ വരും, ചെറിയതും വലുതുമായിട്ടുള്ള ഹോട്ടലുകളൊക്കെ വരും. തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ മാളിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം 3 ടണ്ണാണ്. ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അവിടെ വെച്ച് വിവാഹം നടക്കുന്നുവെങ്കിൽ ചിക്കൻ ബിരിയാണിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് 5 ടൺ വരെ ആകാൻ സാധ്യതയുണ്ട്. 1 കിലോ മാലിന്യം എടുത്തു മാറ്റുന്നതിന് കോർപ്പറേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏജൻസി, ഇതിൽ നല്ലൊരു ശതമാനം ഏജൻസികളും നടത്തുന്നത് CPM നേതാക്കന്മാരോ അവരുടെ ബിനാമികളോ ആണ്. 7 രൂപ കൊടുത്താണ് 1 കിലോ മാലിന്യം. ഞാനൊരു ഹോട്ടൽ നടത്തണമെങ്കിൽ അവിടെ നിന്ന് 1 കിലോ മാലിന്യം എടുത്ത് മാറ്റണമെങ്കിൽ 7 രൂപ കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാളിൽ നിന്നും 3000 കിലോ മാലിന്യം, അതായത് 3 ടൺ മാലിന്യം മാറ്റണമെങ്കിൽ പെർ ഡേ 21,000 രൂപ ആ ഏജൻസിക്ക് കൊടുക്കുമ്പോഴാണ് അവരുടെ ലോറി വന്ന് ഈ 3 ടൺ മാലിന്യം എടുത്ത് മാറ്റുന്നത്. 5 ടൺ ആണെന്നുണ്ടെങ്കിൽ 35,000 രൂപയാവും. കല്യാണങ്ങളുടെ ദിവസം 5 ടൺ ആവും. അങ്ങനെ കണക്കൂട്ടി നോക്കുക. 450 ടൺ മാലിന്യം ഇൻറ്റു പെർ kg 7 റുപ്പീസ് വെച്ച് വരികയാണെങ്കിൽ 31,50,000 രൂപയാണ് ഒരു ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിലെ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള മാലിന്യം CPM നിയമിച്ചിരിക്കുന്ന CPM നേതാക്കന്മാരുടെ ബിനാമി ഏജൻസികൾ എടുത്തു മാറ്റുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്നത്. 6 or 7 ഏരിയ കമ്മിറ്റിക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 31,50,000 രൂപ പെർ ഡേ അവരുടെ പോക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഇത് അഴിമതി നടക്കുന്ന ഒരു ഭാഗം. 2, ഈ മാലിന്യം എന്ത് ചെയ്യുന്നു? അവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി. ഈ മാലിന്യം നിങ്ങൾ എടുത്തു മാറ്റുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണമല്ലോ, ശാസ്ത്രീയമായി സംസ്കരിക്കണമല്ലോ. ഇവർ ഈ മാലിന്യം കൊണ്ടുവന്നിട്ട് പല ആളൊഴിഞ്ഞ സ്ഥലത്തിട്ട് ചാക്കിൽ മാലിന്യം നിറച്ച് നമ്മുടെ പാർവതി പുത്തനാർ, നമ്മുടെ കിള്ളിയാർ, നമ്മുടെ കരമനയാർ, നമ്മുടെ ആമേഴഞ്ചാന്തോട് ഒഴിഞ്ഞു കിടക്കുന്ന വസ്തു ഇവിടെയൊക്കെ തന്നെ നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് തീർന്നില്ലെങ്കിൽ രാത്രി തമിഴ്നാടിന്റെ ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി കൊടുത്തും മദ്യം വാങ്ങിക്കൊടുത്തും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് ഈ മാലിന്യം കൊണ്ടുവന്ന് തമിഴ്നാട്ടിലെ തടാകങ്ങളിൽ നിക്ഷേപിക്കും. അങ്ങനെയാണ് മനോരമ ചാനലിന്റെ ജസ്റ്റിന തോമസ് എന്ന മാധ്യമപ്രവർത്തക തമിഴ്നാട്ടിൽ പോയി ആ മാലിന്യം കിടക്കുന്ന അറിഞ്ഞ് കണ്ടിട്ട് റെക്കോർഡ് ചെയ്തു. അവർ നോക്കിയപ്പോൾ RCCയിലെയും തിരുവനന്തപുരത്തെ പ്രശസ്തമായ പല ഹോട്ടലുകളുടെ RCCയുടെ OP ടിക്കറ്റും അവിടുത്തെ ബില്ലുകളും കണ്ടെത്തുകയും തമിഴ്നാട്ടിലെ ഗ്രീൻ ട്രിബ്യൂണൽ കണ്ടുപിടിച്ച് തിരുവനന്തപുരത്തെ ഹോട്ടലുകൾക്കും കോർപ്പറേഷനും ലക്ഷക്കണക്കിന് രൂപ പിഴ ഈടാക്കി ഒടുവിൽ JCB പോയിട്ട് ആ മാലിന്യം വാരി മാറ്റി തിരുവനന്തപുരത്ത് തിരിച്ചു കൊണ്ടുവരികയുണ്ടെന്ന ഒരവസ്ഥ ഉണ്ടായത്. അപ്പോൾ പെർ ഡേ 31,50,000 രൂപ CPM നേതാക്കന്മാർ ഈ മാലിന്യം എടുക്കുന്നതിലൂടെ പണം ഉണ്ടാക്കുകയും ഈ മാലിന്യം ചാക്കിൽ കെട്ടി നമ്മുടെ നാട്ടിലുള്ള ആറുകളിലും തോടുകളിലും ഒഴുക്കുകയും ചെയ്യുന്നു. അപകടകരമായ അവസ്ഥയാണ്. പശു, തമിഴ്നാട്ടിലെ പശുക്കൾ ഈ മാലിന്യം ക്യാൻസർ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയി തള്ളിയ മാലിന്യം കഴിക്കുന്നുണ്ട്. ഈ പശുവിനെയാണ്, അതിൻ്റെ പാലാണ് അവിടെയുള്ള ജനങ്ങൾ കുടിക്കുന്നത്. ഇതിനെയാണ് ബീഫാക്കിയിട്ട് ഇതിൻ്റെ കൂടെയുള്ള കാളയൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ വിൽക്കുന്നത്. ഒരു സമൂഹത്തിന് മുഴുവനും ദോഷം വിതറി പണം ഉണ്ടാക്കുന്ന ഒരു ഭാഗം, മറുഭാഗത്ത് അസുഖവും മാറാരോഗങ്ങളും വിതറി മുന്നോട്ട് പോകുന്ന അപകടകരമായ ഒരു സംവിധാനമാണ് ഉണ്ടാകുന്നത്. മാലിന്യത്തിൽ നിന്നും പെർ ഡേ 31,50,000 രൂപ അഴിമതിയിലൂടെ ഉണ്ടാക്കുന്നുവെങ്കിൽ ഇവർ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യുന്നു? അതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കാത്തതിന്റെ ഒരു വശം പെർ ഡേ 31,50,000 രൂപ കൊണ്ടിരിക്കുന്നു. 2, അവരുടെ ഇച്ഛാശക്തിയുടെയും പ്ലാനിങ്ങിൻ്റെയും അഭാവം. ഇങ്ങനെ ഓരോന്നിലും ഉണ്ട്. ഞങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാർഗരേഖ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും ഓരോ അക്ഷരവും മാധ്യമപ്രവർത്തകർ പഠിക്കണം. സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇത്രയും ഇത് ഞാൻ പറഞ്ഞ പല അഴിമതികളുടെ ഒരു വശം മാത്രമാണ്. ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബാക്കിയൊക്കെ തന്നെ വഴിയെ സംസാരിക്കാം. ഞാൻ സമയക്കുറവ് കൊണ്ട് ചുരുക്കുന്നു. നമ്മുടെ NDA സഖ്യം ഒരു ആത്മീയതയിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടിയാണ്. ഒരിക്കലും ഒരു സമൂഹത്തെ ദ്രോഹിക്കുന്നതിന് നമ്മൾ തയ്യാറാകില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ നേതാക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.